വെൽക്കം ടു ന്യൂ ക്ലാസ്. നമുക്കിന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യേണ്ടത് ഒരു പുതിയൊരു ടോപ്പിക്കാണ്. അപ്പൊ അതിന് മുമ്പായി തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണെന്നുള്ള മെയിൻ പോയിന്റ് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു വോൾട്ടേജ് റെഗുലേഷനെ കുറിച്ചായിരുന്നു അല്ലേ? വോൾട്ടേജ് റെഗുലേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. വോൾട്ടേജ് റെഗുലേഷൻ, അതിന്റെ ഇക്വേഷൻ എല്ലാം നമുക്കറിയാം, അത് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. നമുക്ക് അതിന് തന്നെ റെഗുലേഷൻ ഡൗൺ എന്ന് പറഞ്ഞു, റെഗുലേഷൻ അപ്പ് എന്ന് പറഞ്ഞു, പെർസെന്റേജ് ഇൻറ്റു 100 ചെയ്ത് പെർസെന്റേജ് റെഗുലേഷൻ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ ഇക്വേഷൻ ഒന്നുകൂടി എഴുതി ബുദ്ധിമുട്ടാക്കുന്നില്ല. വേണമെങ്കിൽ ഞാൻ നമുക്ക് സെക്കൻഡറി സൈഡിലുള്ള വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമുക്കറിയാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എഫിഷ്യൻസിയുടെ ഇക്വേഷൻ നമുക്കറിയാം. നമ്മൾ ഫുൾ ലോഡ് എഫിഷ്യൻസി അല്ലെങ്കിൽ എഫിഷ്യൻസി ആയിട്ട് പെർട്ടിക്കുലർ ലോഡിലുള്ളത് അല്ലെങ്കിൽ പെർട്ടിക്കുലർ പവർ ഫാക്ടറിലൊക്കെ ഉള്ള എഫിഷ്യൻസി കണ്ടുപിടിച്ചു. രണ്ട് പെർസെന്റേജിലാണ് നമ്മൾ കണ്ടുപിടിച്ചത്. രണ്ടും നമ്മൾ കണ്ടുപിടിക്കാൻ അറിയാം, എഫിഷ്യൻസിയുടെ മാക്സിമം കണ്ടീഷൻ അറിയാം, ഡിഫറെന്റ് ഇക്വേഷൻസ് അറിയാം. എല്ലാവരും ഓർത്ത് നോക്കുക എല്ലാവരും അല്ലെ? വോൾട്ടേജ് റെഗുലേഷൻ നമുക്കറിയാം. അപ്പൊ ഇനി പറയുന്ന കാര്യം, നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്തു, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ലോഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതെല്ലാം കണ്ടുപിടിച്ചെടുക്കുകയാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ അല്ലെ? അപ്പോ ഇനി ശ്രദ്ധിക്കണം, ഒരു എഫിഷ്യൻസി പറയുമ്പോഴും അറ്റ് പെർട്ടിക്കുലർ ലോഡ്, അറ്റ് പെർട്ടിക്കുലർ പവർ ഫാക്ടർ, ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ അറിയണം. അതുപോലെ റെഗുലേഷൻ പറയുമ്പോഴും അറ്റ് പെർട്ടിക്കുലർ ലോഡിൽ, അറ്റ് പെർട്ടിക്കുലർ പവർ ഫാക്ടറിൽ. ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ, റെഗുലേഷൻ ഇക്വേഷൻ ഒക്കെ നമുക്കറിയാം അല്ലെ? ജസ്റ്റ് ഒന്ന് എഴുതുകയാണ്. എന്തായിരുന്നു? I2 സെക്കൻഡറി സൈഡിൽ എടുക്കുകയാണെങ്കിൽ I2 R02 cos phi പ്ലസ് ഓർ മൈനസ് I2 X02 sin phi ഡിവൈഡ് ബൈ നോ ലോഡ് വോൾട്ടേജ് അല്ലെ? V2 നോട്ട് എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ E2 എന്ന് എഴുതാം, അല്ലെങ്കിൽ നോ ലോഡ് വോൾട്ടേജ്, സെക്കൻഡറി വോൾട്ടേജ് എഴുതി. ഇതായിരുന്നു വോൾട്ടേജ് റെഗുലേഷൻ ഇക്വേഷൻ. ഇൻറ്റു 100 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? പെർസെന്റേജ് കിട്ടും. ഇതെനിക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിൽ പ്ലസ് മൈനസ് വരുന്നത് ലാഗിങ് ലോഡ്, ലീഡിങ് ലോഡ് വരുമ്പോഴാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, വിത്ത് റെസ്പെക്ട് ടു പവർ ഫാക്ടർ, ലോഡിന്റെ പവർ ഫാക്ടർ നമുക്ക് ചെയ്യാൻ അറിയാം. കോസ് ഫൈ കൊടുക്കുക, സൈൻ ഫൈ കണ്ടുപിടിക്കുക, നമ്മൾ കൺസിഡർ ചെയ്തു. R0 X0 ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റിന്റെ അകത്ത് നിന്ന് എനിക്ക് കിട്ടിയ കാര്യങ്ങളാണ്. ഓക്കെ, R0 X0 എനിക്ക് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് R0 1 X0 1 ആണ് എങ്കിൽ നമ്മൾ അത് കൺവേർട്ട് ചെയ്യണം. ട്രാൻസ്ഫർ റേറ്റ് R0 X0 ആണ് നമ്മൾ റെഗുലേഷൻ പറയുന്നത്. നോർമലി സെക്കൻഡറിയിലാണ്, പ്രൈമറി സൈഡിലോട്ടും ട്രാൻസ്ഫർ ചെയ്ത് പറയലുണ്ട്. നോർമലി നമ്മൾ പറയുന്നത് ലോഡ് കണക്ട് ചെയ്യുന്നത് സെക്കൻഡറി സൈഡ് ആയതുകൊണ്ട് സെക്കൻഡറിയിലാണ് നമ്മൾ റെഗുലേഷൻ പറയുന്നത്. ഓക്കെ, ദെൻ ഈ I2 കണ്ടോ, ഇത് ഫുൾ ലോഡ് കറണ്ട് ആണ്. അപ്പൊ ഫുൾ ലോഡ് വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഫുൾ ലോഡ് കറണ്ട് കൊടുക്കുക, I2 കൊടുക്കുക. ഇല്ല, ഹാഫ് ലോഡിനാണ് കണ്ടുപിടിക്കണമെങ്കിൽ ഹാഫ് ലോഡ് സമയത്തുള്ള റേറ്റഡ് കറണ്ട് കൊടുക്കുക. ആ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഹാഫ് ലോഡ് സമയത്തുള്ള കിട്ടും. ആ പവർ ഫാക്ടർ കൊടുക്കുക. R0 X0 ഉണ്ടാവും. V2 നോ ലോഡ് ടെർമിനൽ വോൾട്ടേജ് ആണ്, അത് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, അറ്റ് പെർട്ടിക്കുലർ ലോഡ് നമ്മൾ നോർമലി റെഗുലേഷന്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ, നമ്മൾ ഡിപ്ലോമ ലെവലിലൂടെ ആയതുകൊണ്ട് നമുക്ക് ഫുൾ ലോഡ് റെഗുലേഷൻ തന്നെയായിരിക്കും ചോദിക്കുക. അറ്റ് 0.8 പവർ ഫാക്ടർ അല്ലെങ്കിൽ 0.9 പവർ ഫാക്ടർ, ലാഗ്, ലീഡ്, അങ്ങനെ കണ്ടീഷൻസ് പറയാം. അല്ലാതെ നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് പറയാം ഹാഫ് ലോഡ് സമയത്തുള്ള വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. നമുക്കത് ലാബിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് തുറന്ന് പറയാം. ഓക്കെ, അപ്പൊ I2 മാത്രം ഒന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഹാഫ് ലോഡ് സമയത്തുള്ള കറണ്ട് കണ്ടുപിടിച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, എഫിഷ്യൻസിയുടെ കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എഴുതാൻ അറിയാം അല്ലേ? അതിനുശേഷം നമുക്ക് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എങ്ങനെയാ നമ്മൾ എഴുതിയേ? ഔട്ട്പുട്ട് പവർ അല്ലേ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ ആയിരുന്നു. ഇൻ കിലോ വാട്ട് അല്ലെങ്കിൽ വാട്ട് ഓർ കിലോ വാട്ടിലാണ് നമ്മൾ പറയുന്നത് അല്ലെ? നോർമലി കിലോ വാട്ട് തന്നെ ആയിരിക്കും പറയാം. ഇൻപുട്ട് പവറും സെയിം കണ്ടീഷൻ അല്ലെ? ഇൻ വാട്ട് അല്ലെങ്കിൽ ഇൻ കിലോ വാട്ടിലാണ് നമ്മൾ പറയണേ. ഇതിനകത്ത് നമ്മൾ വീണ്ടും മാറ്റി ഇക്വേഷൻസ് എഴുതി. ഇൻറ്റു 100 ചെയ്യുമ്പോൾ പെർസെന്റേജ് ആയി. ഔട്ട്പുട്ട് ബൈ എന്താണ്? ഔട്ട്പുട്ട് പ്ലസ് ലോസസ് ആണ് എന്ത്? ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ എഴുതി, ഇൻ വാട്ടിൽ എഴുതി. അപ്പൊ ലോസസ് പറയുമ്പോൾ വീണ്ടും നമ്മൾ എഴുതി എന്താണ്? അയൺ ലോസ് പ്ലസ് കോപ്പർ ലോസ് ആണെന്ന് എഴുതി. പിന്നെ വീണ്ടും ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, അതായത് അയൺ ലോസ് ഓൾവേസ് കോൺസ്റ്റന്റ് ആണ്, കോപ്പർ ലോസ് എന്ത് ചെയ്യുകയാണ്? മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തനുസരിച്ചുകൊണ്ട്? ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട്, വിത്ത് റെസ്പെക്ട് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുണ്ട് അയൺ ലോസ് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ലോഡിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കോപ്പർ ലോസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അയൺ ലോസ് കോൺസ്റ്റന്റ് ആണ്. ഇതുപോലെ ഒരു ഇക്വേഷൻ കൂടെ എനിക്ക് എഴുതാം. ഔട്ട്പുട്ടിന് തന്നെ ഇൻപുട്ട് മൈനസ് ലോസസ് എന്ന് എഴുതാം അല്ലെ? ആ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് നമ്മൾ മാക്സിമം എഫിഷ്യൻസിയുടെ കണ്ടീഷൻ നമ്മൾ ഡെറൈവ് ചെയ്ത് എളുപ്പത്തിന് ഏത് ഇക്വേഷൻ വെച്ചുകൊണ്ട് ഡെറൈവ് ചെയ്യാം. അപ്പോൾ മാക്സിമം എഫിഷ്യൻസി കിട്ടിയത് അയൺ ലോസ് ഈക്വൽ ടു കോപ്പർ ലോസ് ആവുന്ന കണ്ടീഷനിലായിരുന്നു. ഇത് ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോർമൽ ട്രാൻസ്ഫോമർ, ഇപ്പൊ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ ഒരു ട്രാൻസ്ഫോമർ എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ ട്രാൻസ്ഫോമർ അതിന്റെ റേറ്റിംഗ് വരുന്നത് KVA-യിലാണ്. 100 KVA to 300 KVA ഇടയ്ക്കുള്ള റേറ്റിംഗ് ആയിരിക്കും നോർമലി നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വരുന്ന റേറ്റിംഗ്. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമറിൽ
നോർമലി ഡിസ്ട്രിബ്യൂഷൻ സൈഡ് ട്രാൻസ്ഫോമർ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എപ്പോഴും അതിന്റെ പ്രൈമറി സൈഡ് ചാർജ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ലോഡഡ് സൈഡ്, അതായത് നമ്മുടെ കൺസ്യൂമബിൾസ്, നമ്മുടെ ലൈറ്റിംഗ് ലോഡ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഹോം ലോഡുകളെല്ലാം എല്ലാ സമയത്തും എല്ലാവരും എന്ത് ചെയ്യുന്നില്ല, ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. ലോഡുകളെല്ലാം എന്ത് ചെയ്യുന്നില്ല, എല്ലാ സമയത്തും ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്, ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സൈഡ് എപ്പോഴും ചാർജ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ സെക്കൻഡറി സൈഡ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ കേസുകളിൽ വരുമ്പോൾ സെക്കൻഡറി സൈഡ് എന്ത് ചെയ്യുന്നില്ല, ഓൾവേസ് ഓപ്പറേറ്റിംഗ് അല്ല. അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ലോസസ്, അയൺ ലോസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, കാരണം അത് വോൾട്ടേജ് നമ്മൾ ഫിക്സഡ് കൊടുത്തിട്ടുണ്ട്. അയൺ ലോസ് എപ്പോഴും ഉണ്ടാവും. പക്ഷേ കോപ്പർ ലോസ് എന്ത് ചെയ്യുന്നില്ല, എല്ലാ സമയത്തും ഈക്വൽ അല്ല. അതെങ്ങനെയാണ് മാറുന്നത്, അത് ലോഡ് അനുസരിച്ച് കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന നോർമൽ എഫിഷ്യൻസിയെക്കാളും നമ്മൾ ഒരു പുതിയൊരു ടേമിലേക്ക് നമ്മൾ പോകും. അതിനെ പറയുന്ന പേരാണ് ഓൾ ഡേ എഫിഷ്യൻസി. എന്താണ് ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറയും. എന്താ മീൻ ചെയ്യണേ, അയൺ ലോസ് എന്താണ്, ഓൾവേസ് കോൺസ്റ്റന്റ് ആണ് അല്ലെ. അതായത് പ്രൈമറി സൈഡ് എപ്പോഴും ചാർജ് ചെയ്തിട്ടുണ്ട്, അയൺ ലോസ് അപ്പൊ എപ്പോഴും ഉണ്ടാവും. പക്ഷേ കോപ്പർ ലോസ് എന്ത് ചെയ്യാണ്, ഒക്കേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ലോഡ് അല്ലെ. കോപ്പർ ലോസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, ലോഡ് അനുസരിച്ചുകൊണ്ടാണ് കോപ്പർ ലോസ് ഉണ്ടാകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ദെൻ അതിനുശേഷം നമുക്ക് പറയാം, അതുകൊണ്ട് നമ്മൾ എത്തുന്ന ഒരു പുതിയൊരു ടേമാണ് ഓൾ ഡേ എഫിഷ്യൻസി. നോർമലി ഓൾ ഡേ എഫിഷ്യൻസി നമ്മൾ എഴുതുന്ന ഇക്വേഷൻ, എഫിഷ്യൻസി ഈക്വൽസ് ടു എന്താണ്, ഒരു ദിവസത്തെ എഫിഷ്യൻസിയാണ് നോർമലി നമ്മൾ പറയണേ. ഇല്ല എങ്കിൽ 24 hour ആണ് നോർമലി നമുക്ക് പറയണേ. ഒരു പെർട്ടിക്കുലർ പീരീഡിലുള്ള എഫിഷ്യൻസി എന്ന് കൺസിഡർ ചെയ്താൽ മതി. നോർമലി നമ്മൾ പറയുന്നത് എന്താണ്, 24 hour ആണ്, അല്ലെങ്കിൽ ഒരു ദിവസത്തെ എഫിഷ്യൻസി എന്നാ പറയണേ. അത് നമ്മൾ എങ്ങനെയാ പറയുക, നമ്മൾ എഫിഷ്യൻസി പറഞ്ഞത് കിലോ വാട്ട് അല്ലെങ്കിൽ വാട്ടിലാണ് എങ്കിൽ നമ്മൾ ഓൾ ഡേ എഫിഷ്യൻസി പറയുന്നത് ഔട്ട്പുട്ട് ഇൻ കിലോ വാട്ട് അവർ അതിലാണ് പറയുക. അതുപോലെ തന്നെ ഇൻപുട്ട് ഇൻ കിലോ വാട്ട് അവർ, ഇതാണ് നമ്മുടെ നോർമൽ എഫിഷ്യൻസി ഫോർ എന്താണ് 24 hours. ഇതിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓൾ ഡേ എഫിഷ്യൻസി. എഫിഷ്യൻസി ഓൾ ഡേ എന്ന് വേണമെങ്കിൽ കൂടെ നോട്ട് ചെയ്ത്, ഇല്ലെങ്കിൽ എഫിഷ്യൻസി മാത്രം എഴുതിയാൽ മതി. ഇൻറ്റു 100 ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് കിട്ടും. ഇതാണ് ഓൾ ഡേ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. അതായത് ഒരു ട്രാൻസ്ഫോമറിൽ, ഒരു ഡിസ്ട്രിബ്യൂഷൻ സൈഡ് ട്രാൻസ്ഫോമർ എപ്പോഴും ചാർജ് ചെയ്തിട്ടിട്ടുണ്ട് പ്രൈമറി സൈഡ്. പക്ഷേ സെക്കൻഡറി സൈഡ് ലോഡ് വേരി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ചില സമയത്ത് ലോഡ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ മോർണിംഗ് ടൈമിൽ ലോഡ് വളരെ കുറവായിരിക്കും. ഇപ്പൊ എല്ലാവരും വീട്ടിലുള്ളത് കൊണ്ട് തന്നെ കണ്ടീഷൻസ് വേറെയാണ്. പക്ഷേ ഇല്ല എങ്കിൽ വർക്കിംഗ് അവേഴ്സിൽ ലോഡ് കുറവാണ്, ഈവനിങ് ടൈമിൽ ലോഡ് കൂടുതലാണ്. ഓരോ ടൈമിലും ഉണ്ടാകുന്ന ലോസസ് വ്യത്യാസമാണ്. പ്രത്യേകിച്ച് എന്ത് ലോസ് ആണ്, കോപ്പർ ലോസ് അല്ലെ. കോപ്പർ ലോസ് എന്നത് എപ്പോഴാണ്, ട്രാൻസ്ഫോമർ ലോഡ് ചെയ്യുന്നതനുസരിച്ചുകൊണ്ടാണ് കോപ്പർ ലോസ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള എഫിഷ്യൻസിയിലൂടെ നമ്മൾ പോകും. അതിനെ പറയുന്ന പേരാണ് ഓൾ ഡേ എഫിഷ്യൻസി. നോർമലി നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ കേസിൽ ഓൾ ഡേ എഫിഷ്യൻസി എന്ന ടേമിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അതിന്റെ ഇക്വേഷൻ പറയുന്നത് എന്താണ്, അത് ഔട്ട്പുട്ട് പവർ തന്നെയാണ്, പക്ഷേ ഇൻറ്റു ടൈം കൂടി, അവർ കൂടി എടുക്കും. 24 hour ആണെങ്കിൽ കിലോ വാട്ട് അവർ കൂടി നമ്മൾ കൺസിഡർ ചെയ്യും. ഇൻപുട്ടും ഔട്ട്പുട്ടും എന്ത് ചെയ്യും, കിലോ വാട്ട് അവർ എടുക്കും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയുന്നത്, ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറയുന്നത്. എനർജി കൺസ്യൂംഡ് എന്താണ്, ഡ്യൂറിങ് എ സെർട്ടൈൻ പീരീഡ്, അതാണ് ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതുപോലെ ഇനി ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, എപ്പോഴും ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള എന്താണ് കൊമേഴ്ഷ്യൽ എഫിഷ്യൻസിയേക്കാളും കുറവായിരിക്കും ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓൾ ഡേ എഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാലും ഇത്രയേ ഉള്ളൂ. കോപ്പർ ലോസ് വാരി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ലോഡ് അനുസരിച്ച് മാറുന്നത് കൊണ്ട് അത് ഒരു ദിവസത്തെ എഫിഷ്യൻസിയിലേക്ക് നമ്മൾ പോകും. അപ്പൊ പെർട്ടിക്കുലർ ടൈം പീരീഡ് എടുത്ത് നമ്മൾ ചെയ്യും. സിബനെ അടുത്ത ക്ലാസ് തൊട്ട് പോളിയുടെ മെയിൽ ഐ ഡി നിന്ന് കയറാൻ ശ്രമിക്കണേ. എനിക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എനിക്ക് ഇവിടെ നിന്ന് പെർമിഷൻ കൊടുക്കണം, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം, അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഇല്ല എങ്കിൽ ഓൾ ഡേ എഫിഷ്യൻസിയുടെ പ്രോബ്ലമാണ് നമുക്ക് ചെയ്യേണ്ടത്.
ഡിസ്ട്രിബ്യൂഷൻ സൈഡ് ട്രാൻസ്ഫോമറിൽ സെക്കൻഡറിയിൽ എപ്പോഴും ലോഡ് കണക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് കോപ്പർ ലോസ് വ്യത്യാസമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസത്തെ പെർട്ടിക്കുലർ ടൈം പീരീഡിലുള്ള എന്താണ് പവർ കണ്ടുപിടിച്ച് കിലോ വാട്ട് അവർ കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ എഫിഷ്യൻസി നമ്മൾ കണ്ടുപിടിക്കും. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആകും. ആർക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും, ഇല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ദെൻ ഇതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്താണ് ഓൾഡ് എഫിഷ്യൻസി എന്ന് എക്സാമിന് ചോദിക്കലുണ്ട്. കൂടുതലായും ചോദിക്കുന്നത് ഓൾഡ് എഫിഷ്യൻസിയുടെ ഒരു പ്രോബ്ലം കൂടി സ്ഥിരം ചോദിക്കലുണ്ട്. ഇതാണ് ഒരു പ്രോബ്ലം. ഫൈൻഡ് ദ ഓൾഡ് എഫിഷ്യൻസി ഓഫ് 500 kVA distribution transformer whose copper loss and iron loss at full load, the ഓരോ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, are 4.5 kilowatt and 3.5 kilowatt. Copper loss WCU at full load equals to 4.5 kilowatt. കിലോ ആണോ വാട്ട് ആണോ എന്ന് പോലും ഇമ്പോർട്ടന്റ് ആണ്. അതെല്ലാം ശ്രദ്ധിക്കണം, നമ്മളെല്ലാം ഒരേ യൂണിറ്റിലാണ് എടുക്കാനായിട്ട്. ദെൻ അയൺ ലോസ് എന്താണ്, WI എന്ന് നമുക്ക് വിളിക്കാം, ഈക്വൽസ് ടു എന്താണ് 3.5 kilowatt respectively. During a day of 24 hours it is loaded under, ലോഡ് ചെയ്ത് കഴിഞ്ഞാണ് 6 മണിക്കൂർ ലോഡ് ചെയ്തപ്പോൾ 400 kilowatt ലോഡ് ചെയ്തു വിത്ത് പവർ ഫാക്ടർ 0.8 പവർ ഫാക്ടറിൽ. ദെൻ 10 hour 300 kilowatt 0.75 പവർ ഫാക്ടർ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. 4 hour ചിലപ്പോൾ ഇത് ടൈം പീരീഡ് വരാം, 6 AM to 8 AM, അല്ലെങ്കിൽ 8 AM to 2 PM, 2 PM to 9 PM, അങ്ങനെ ടൈം സ്ലോട്ട് ആയിട്ടും തരാം, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ അവർ തരാം. 4 hours എന്ത് ചെയ്തു 100 kilowatt 0.8 പവർ ഫാക്ടർ. പിന്നെ 4 hours വന്നപ്പോൾ ലോഡൊന്നും ചെയ്തിട്ടില്ല, അവിടെ പിന്നെ പവർ ഫാക്ടർ പറയേണ്ട ആവശ്യവുമില്ല. അങ്ങനെയൊന്നും പ്രാക്ടിക്കൽ കേസിൽ വരില്ല, എല്ലാ സമയത്തും എന്തെങ്കിലും ലോഡ് ഉണ്ടാവും. ഓക്കെ, നൈറ്റ് ടൈമിലായ കൂടി നമ്മളെ ഫാൻ ലോഡൊക്കെ ഉള്ളത് കൊണ്ട് ലോഡ് ഉണ്ടാവും. പക്ഷെ ഇതൊരു പ്രോബ്ലമാറ്റിക് തന്നെ. അപ്പൊ ടോട്ടൽ കൂട്ടുമ്പോൾ എത്രയായി, 10 + 6 16 + 4 20 + 4 24. ഓക്കെ, ഇതാണ് ഒരു പ്രോബ്ലം. ഈ സമയത്തുള്ള ഈ ഒരു കണ്ടീഷനിലുള്ള 500 kVA ട്രാൻസ്ഫോമറിന്റെ ഓൾഡ് എഫിഷ്യൻസി കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മുടെ എയിം. ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ നോർമലി ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ഇൻ കിലോവാട്ട് അവറും ഇൻപുട്ടിനെ നമ്മൾ എന്താക്കി മാറ്റുന്നുണ്ട്, ഔട്ട്പുട്ട് പ്ലസ് ലോസസ് എന്ന് പറഞ്ഞ ഇക്വേഷനാണ് നോർമലി നമ്മൾ എഫിഷ്യൻസിയുടെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. കാരണം ലോസസ് നമുക്ക് അറിയായിരിക്കും. അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ഇൻ കിലോവാട്ട് അവർ ബൈ ഔട്ട്പുട്ട് ഇൻ കിലോവാട്ട് അവർ പ്ലസ് ലോസസ് ഇൻ കിലോവാട്ട് അവർ. അപ്പൊ അവിടെ 2 ലോസ് വരും, നമുക്കത് അറിയാം, അയൺ ലോസും കോപ്പർ ലോസും. 2 കിലോവാട്ട് അവർ തന്നെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ കൊടുത്താൽ മതിയാവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ആയിട്ടുള്ള ഓൾ ഡേ എഫിഷ്യൻസി കിട്ടും. നോർമലി ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം ലോസ് കൂടി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇത് മതിയായിരുന്നു. പക്ഷെ നമുക്ക് ഇൻപുട്ട് പവർ ഡയറക്റ്റ് കിട്ടലുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് പ്ലസ് ലോസസ് എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം എങ്ങനെയാണ് എന്നുള്ള കാര്യം. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, അയൺ ലോസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, 3.5 കിലോവാട്ട് ആണ് അയൺ ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ 24 അവറിലുള്ള അയൺ ലോസ് എത്രയാണ്, 24 × 3.5 തന്നെയാണ്. എല്ലാ സമയത്തും 3.5 കിലോവാട്ട് തന്നെയാണ്. അപ്പൊ 24 അവർ × 3.5 ചെയ്ത് കഴിഞ്ഞാൽ, കിലോവാട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, അത്ര കിലോവാട്ട് അവർ കിട്ടും. അതാണ് അയൺ ലോസ് 24 അവറിലുള്ള. അപ്പൊ അയൺ ലോസ് കിട്ടും. പ്രശ്നം വരുന്നത് എവിടെയാണ്, കോപ്പർ ലോസിലാണ് പ്രശ്നം വരുന്നത്. അതുപോലെ തന്നെ പവറും ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നോക്കണം എത്രയാണ് വരുന്നത് എന്നുള്ള കാര്യം. ഓരോ പർട്ടിക്കുലർ ടൈം സ്ലോട്ട് നമ്മൾ എടുക്കുകയാണ്, ആ ടൈം സ്ലോട്ടിലുള്ള ലോസും ഔട്ട്പുട്ട് പവറും കണ്ടുപിടിച്ച് അയൺ ലോസ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ചെയ്യാൻ പല മെത്തേഡ് ഉണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി ചെയ്താൽ മതി. ഓരോ കണ്ടീഷൻസ് ആയിട്ട് എഴുതിയിട്ട് കോപ്പർ ലോസ് അറ്റ് ഫുൾ ലോഡ്, കോപ്പർ ലോസ് അറ്റ് പെർട്ടിക്കുലർ ലോഡ് ഇങ്ങനെ എഴുതുക. അതുപോലെ തന്നെ ഔട്ട്പുട്ട് പവർ അറ്റ് ഫുൾ ലോഡ്, ഔട്ട്പുട്ട് പവർ അറ്റ് ഈ പെർട്ടിക്കുലർ ലോഡ് എഴുതി പോവാം. കുറച്ചുകൂടി എളുപ്പമുള്ളവരെ നമുക്ക് ടാബുലാർ കോളം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകും. ഓക്കെ, അതുകൊണ്ട് ഞാൻ ടാബുലാർ കോളം ജസ്റ്റ് ഒന്ന് ഡെറൈവ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ച്. എനിക്ക് തന്നിരിക്കുന്ന ഡേറ്റ ഇതാണ്. എനിക്ക് ബാക്കി തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്, അയൺ ലോസിന്റെ വാല്യൂ എനിക്കറിയാം, കോപ്പർ ലോസിന്റെ വാല്യൂ എനിക്കറിയാം, ദെൻ 500 kVA ട്രാൻസ്ഫോമർ ആണ്. ഇത്ര കണ്ടീഷൻ തന്നിട്ടുണ്ട്. അയൺ ലോസിന്റെ വാല്യൂ എത്രയായിരുന്നു, അയൺ ലോസ് ഈക്വൽസ് ടു 3.5 കിലോവാട്ടും, കോപ്പർ ലോസ് ഈക്വൽസ് ടു എത്രയായിരുന്നു 4.5 കിലോവാട്ട് എന്ന് നമുക്കറിയാം. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ അല്ലെ. 500 kVA ആണ് ട്രാൻസ്ഫോമർ റേറ്റിംഗ്. നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്, ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം,
എഫിഷ്യൻസി കണ്ടുപിടിക്കണം. ഓൾഡ് എഫിഷ്യൻസി കണ്ടുപിടിക്കണം. ഓൾഡ് എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കുക? ഔട്ട്പുട്ട് കിലോ വാട്ട് അവർ ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് കിലോ വാട്ട് അവർ പ്ലസ് ടോട്ടൽ ലോസസ് ചെയ്താൽ മതിയാവും അല്ലെ? അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താവും? എഫിഷ്യൻസി ആവും. എഫിഷ്യൻസി ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം. ഔട്ട്പുട്ട് kilowatt hour in kilowatt hour divided by output in kilowatt hour plus losses, total losses in kilowatt hour ചെയ്താൽ മതിയാകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഓൾ ഡേ എഫിഷ്യൻസി കിട്ടും. ഓൾ ഡേ എഫിഷ്യൻസി കിട്ടും. ഒരു ദിവസത്തെ എഫിഷ്യൻസി കിട്ടും. അപ്പം 24 മണിക്കൂറിൽ നമുക്ക് കിട്ടിക്കുന്ന ലോഡ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്ര ലോഡ് കൺസ്യൂം ചെയ്തു അറ്റ് പെർട്ടിക്കുലർ പവർ ഫാക്ടറിലാണ് കൺസ്യൂം ചെയ്തത്. ആ സമയത്തുള്ള പവർ ഫാക്ടർ ഇതാണ് എന്ന് മനസ്സിലായി. അപ്പോ എനിക്ക് ആദ്യം തന്നെ എഴുതാൻ പറ്റുന്ന എന്താണ്? അയൺ ലോസിന്റെ വാല്യൂ എത്രയാണ്? 3.5 കിലോ വാട്ട് ആണ്. അപ്പോൾ എനിക്ക് എന്തെന്ന് എഴുതാം? ഇവിടെ ടോട്ടലായിട്ട് എത്ര കിലോ വാട്ട് ആണ്? 3.5 കിലോ വാട്ട് ആണ്. ഇവിടെ എല്ലായിടത്തും ഇതേ വാല്യൂ തന്നെയാണ്. ഈ ഒരു ടാബിലർ കൂടെ ഫുള്ള്. കാരണം അയൺ ലോസ് ടൈം അനുസരിച്ച് മാറുന്നില്ല. അപ്പോൾ അയൺ ലോസ് ഇൻ കിലോ വാട്ട് അവർ ചോദിക്കുമ്പോൾ 3.5 into 24 ചെയ്ത് എത്രയാണ് കിട്ടുന്നത്? അതാണ് അയൺ ലോസ് ഇൻ കിലോ വാട്ട് അവർ. എത്ര കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ. 3.5 into 24 ചെയ്യുമ്പോൾ എത്ര കിട്ടുക ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ. ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തൊന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞു തന്നെ ഒരാള്. 84 യൂണിറ്റ് എന്താണ്? കിലോ വാട്ട് അവർ അല്ലെ? നമ്മൾ നമ്പർ ഓഫ് അവേഴ്സ് കൊണ്ട് അയൺ ലോസിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എല്ലാ ടൈമിലും ഇത് തന്നെയാണ് അയൺ ലോസിന്റെ വാല്യൂ. അതിൽ സംശയമില്ലേ? പ്രശ്നം വരുന്നത് എവിടെയാണ്? ഔട്ട്പുട്ട് പവർ വ്യത്യാസം വരും, കോപ്പർ ലോസ് വ്യത്യാസം വരും. നമുക്ക് എന്ത് ചെയ്യാം? കോപ്പർ ലോസ് നമ്മളെ ട്രാൻസ്ഫോമർ തരുന്ന നോർമലി റേറ്റിംഗ് 500 kVA എന്നാണ് ട്രാൻസ്ഫോമർ റേറ്റിംഗ് വരിക. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പവർ ഫാക്ടറിൽ ഉണ്ടാകുന്ന KVA ലോഡ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് അത് വിത്ത് റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യാം? കോപ്പർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ തിരിച്ചും ചെയ്യാം, വാട്ട് വെച്ച് തന്നെ ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോമറിനെയും കിലോ വാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണമായിരുന്നു. അപ്പൊ അതിനേക്കാളും നല്ലത് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ടുള്ള മെത്തേഡ് ഞാൻ പറയുകയാണ്. നമുക്ക് ഈ ലോഡിന് എന്ത് ചെയ്യാം? KVAയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. 400 കിലോ വാട്ട് 0.8 പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര KVA ആണ്? അതിന്റെ ഇക്വേഷൻ ജസ്റ്റ് ഒരാളൊന്ന് അൺമ്യൂട്ട് എന്ന് പറഞ്ഞു തന്നെ. 400 കിലോ വാട്ട് 0.8 പവർ ഫാക്ടർ ആണ് എങ്കിൽ ആ ലോഡ് എത്ര KVA ആണ്? ഒന്ന് പറഞ്ഞു. ഒരാളൊന്ന് അൺമ്യൂട്ട് എന്ന് പറഞ്ഞു തന്നെ. ഇക്വേഷൻ പറഞ്ഞു തന്നാൽ മതിയാവും. അല്ലെങ്കിൽ 400 കിലോ വാട്ട് ഉണ്ട്, 0.8 പവർ ഫാക്ടർ എത്ര KVA റേറ്റിംഗ് ആയിരിക്കും അത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കിലോ വാട്ടിനെ KVA ആക്കാനും KVA കിലോ വാട്ട് ആക്കാനും പവർ ഫാക്ടർ ഉണ്ട് എങ്കിൽ. ഒന്ന് പറഞ്ഞു തന്നെ ഒരാള്. കിലോ വാട്ട് ഇൻറ്റു പവർ ഫാക്ടർ ആണോ, അതോ കിലോ വാട്ട് ഡിവൈഡ് ബൈ പവർ ഫാക്ടർ ആണോ, അതേ പവർ ഫാക്ടർ ഡിവൈഡ് ബൈ കിലോ വാട്ട് ആണോ? പവർ ട്രയാങ്കിൾ ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഇക്വേഷൻസും അറിയാവുന്ന കാര്യമാണ്. എന്താണ് ഇക്വേഷൻ? KVA ഇക്വേഷൻ എന്ന് പറഞ്ഞു തന്നെ. കിലോ വാട്ടിൽ പവർ ഫാക്ടർ ഉള്ള ലോഡിനെ KVA ക്ക് മാറ്റാനുള്ള ഇക്വേഷൻസ് ഒന്ന് പറഞ്ഞു തന്നെ. പവർ ഫാക്ടർ ആണ് എന്ത് കിട്ടുക? KVA കിട്ടുക അല്ലേ? നമുക്കറിയാം. അപ്പൊ എന്തിനാണ് KVA കൺവേർട്ട് ചെയ്യുന്നത് വെച്ചാൽ ട്രാൻസ്ഫോമർ 500 KVAയിലാണ് തന്നിരിക്കുന്നത് നോർമൽ ആയിട്ടുള്ള റേറ്റിംഗ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? ആ ലോഡിനെയും KVAയിലേക്ക് ആക്കിയിട്ട് ആ സമയത്തുള്ള കോപ്പർ ലോസും ഔട്ട്പുട്ടും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ശരിയല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചേ, കിലോ വാട്ട് ബൈ പവർ ഫാക്ടർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? KVA കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 400 കിലോ വാട്ട് ലോഡ് 0.8 പവർ ഫാക്ടർ വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ലോഡ് KVA എത്രയാണോ ഓരോരുത്തരായിട്ട് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. 400 ഡിവൈഡഡ് ബൈ 0.8 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 500. അപ്പൊ 500 KVA ഞാൻ എഴുതുന്നില്ല, കാരണം KVA ഇവിടെ മുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? KVA എന്ന് കിട്ടി. അടുത്തത് 300 by 0.75 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇത് ടാബുലർ കോളം വഴി തന്നെ ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ താഴത്തെ ഓരോന്നായിട്ട് എഴുതണം. ലോഡ് ഇൻ 400 കിലോവാട്ട് 0.8 പവർ ഫാക്ടർ KVA ഈക്വൽസ് ടു എന്ന് പറഞ്ഞ് എഴുതണം. ലോഡ് ഇൻ KVA അറ്റ് 400 കിലോവാട്ട് 0.8 പവർ ഫാക്ടർ ഈക്വൽസ് ടു ഇതെന്താണ്? 400 ഡിവൈഡ് ബൈ 0.8 ഈക്വൽസ് ടു 500 KVA എന്ന് എഴുതണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുമ്പോൾ ഞാൻ ടാബുലർ കോളത്തിൽ പറയുന്നതേ ഉള്ളൂ. ഞാൻ ഇതിന്റെ PDF നോട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുക. ഈ ടാബുലർ കോളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ എളുപ്പമാണ്, കുറച്ചൊന്ന് മനസ്സിലാകും എല്ലാ പാരാമീറ്ററും ഇതിനകത്ത് കിടക്കുന്നത് കൊണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ടാബുലർ കോളത്തിലോട്ട് പോകുന്നത്. അടുത്ത റീഡിംഗ് ഒന്ന് പറഞ്ഞു തന്നെ. ഇവിടുത്തെ 300 കിലോ വാട്ട് 300 കിലോ വാട്ട് 0.75 പവർ ഫാക്ടർ ഉള്ള ആ സമയത്തുള്ള KVA റേറ്റിംഗ് എത്രയാണ്? ഞാൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള
400. Then അതിനുശേഷം ഉള്ളൊന്ന് പറഞ്ഞു തന്നെ. 100 125 kVA. ഓക്കെ അല്ലേ? Then അതിനുശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് അവേഴ്സ് നമുക്കറിയാമല്ലോ അല്ലേ? നമ്പർ ഓഫ് അവേഴ്സ് നമുക്കറിയാം. അപ്പോ ഇത് തൽക്കാലം കോപ്പർ ലോസ് അറ്റ് കിലോവാട്ട് അവറിൽ പോകുമ്പോൾ നമുക്കത് എടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കണ്ടീഷൻസ് വെച്ചുള്ള എന്ത് ചെയ്യാം? ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിലുള്ള നോക്കിയേ കോപ്പർ ലോസ് കണ്ടുപിടിക്കാം അല്ലെ? കോപ്പർ ലോസ് ഫുൾ ലോഡ് കോപ്പർ ലോസിന്റെ വാല്യൂ എത്രയാണ്? 4.5 കിലോവാട്ട് ആണ് ഫുൾ ലോഡ് കോപ്പർ ലോസ്. അങ്ങനെയാണ് എങ്കിൽ 500 kVA സമയത്തുള്ള കോപ്പർ ലോസ് എത്ര തന്നെ ആയിരിക്കും? 500 kVA സമയത്തുള്ള കോപ്പർ ലോസ് എത്ര തന്നെ ആയിരിക്കും? ഒന്ന് പറഞ്ഞു തന്നെ. 500 kVA സമയത്തുള്ള കോപ്പർ ലോസ് എത്ര തന്നെ ആയിരിക്കും? ഈ ഒരു റീഡിങ് കറക്റ്റ് തന്നെയാണ് അവിടെ? ജസ്റ്റ് ഒന്ന് നോക്കിയേ, എനിക്കതൊരു സംശയമുണ്ട്. 400.8 അല്ലേ? then 300.75 then 100.8 400.8 300.75 100.8. ഓക്കെ, ഇനി എനിക്കൊന്ന് പറഞ്ഞു തന്നെ കോപ്പർ ലോസിന്റെ വാല്യൂസുകൾ ഒന്ന് പറഞ്ഞു തന്നെ. എങ്ങനെയായിരിക്കും കോപ്പർ ലോസ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, എങ്ങനെയാണ് നമുക്ക് കോപ്പർ ലോസ് കിട്ടുക എന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് കണ്ടീഷനിൽ നമ്മുടെ ലോഡ് എത്രയാണ്? 500 kVA എന്ന് കിട്ടി. കാരണം കിലോ വാട്ടിലാണ് ലോഡ് തന്നത്. പവർ ഫാക്ടർ 500 kVA. നമ്മുടെ ഫുൾ ലോഡ് എത്രയാണ് ട്രാൻസ്ഫോമറിന്റെ? ട്രാൻസ്ഫോമർ റേറ്റിംഗ് എത്ര തന്നെയാണ്? 500 തന്നെയല്ലേ? അപ്പൊ നമ്മുടെ ഫുൾ ലോഡ് കോപ്പർ ലോസ് എത്രയാണ്? 4.5 കിലോ വാട്ട് അല്ലേ? അപ്പോ ഫസ്റ്റ് കണ്ടീഷൻ ഉണ്ടാകുന്ന കോപ്പർ ലോസ് എത്രയാണ്? ഈ കണ്ടീഷനിൽ 500 kVA സമയത്ത് ഉണ്ടാകുന്ന കോപ്പർ ലോസ് എത്രയായിരിക്കും? ഒന്ന് പറഞ്ഞു തന്നെ, എത്രയായിരിക്കും? 4.5 തന്നെയായിരിക്കും. കിലോ വാട്ട് തന്നെ. കാരണം നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഫുൾ ലോഡ് കോപ്പർ ലോസ് എനിക്കറിയാം. ഈ സമയത്ത് ട്രാൻസ്ഫോമർ ഫുൾ ലോഡ് ചെയ്തിട്ടാണ്. 500 kVA തന്നെയാണ്. നമുക്ക് വേറെ പ്രശ്നം വരുന്നില്ല. 4.5 തന്നെയാണ്. ഇനി അടുത്ത പറയാം, നമുക്ക് ഇക്വേഷൻ ഒന്ന് പറയാം. അപ്പോ ഇനി അടുത്ത കണ്ടീഷൻ 4 ഇത് എത്രയായിരുന്നു? ഇവിടെ 450 ആയിരുന്നോ 400 ആയിരുന്നോ? 300/0.75 എത്ര കിട്ടിയിരുന്നേ? 400. അപ്പൊ ഈ 400 kVA സമയത്ത് ഉണ്ടാകുന്ന കോപ്പർ ലോസ് എത്രയാണ് എന്നൊരാളൊന്ന് അൺമ്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കണം, ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം. 400 kVA സമയത്ത് എന്റെ ഫുൾ ലോഡ് kVA എത്രയാണ്? റേറ്റഡ് kVA എത്രയാണ് ട്രാൻസ്ഫോമറിന്റെ? 500 ആണ്. 400 kVA ആണ് എന്റെ ലോഡ്. ആ സമയത്ത് ഉണ്ടാകുന്ന ലോസ് എത്രയാണ്? ഫുൾ ലോഡ് കോപ്പർ ലോസ് എനിക്കറിയാം. എത്രയാണെന്ന് പറഞ്ഞുതരാൻ പറ്റുമോ നോക്കി. ഞാൻ ആ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം. കോപ്പർ ലോസ് അറ്റ് എക്സ് ഫുൾ ലോഡ് സമയത്ത് ഉണ്ടാവുന്നത് എന്താണ്? ഈക്വൽസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ് ആയിരുന്നു ഇക്വേഷൻ. ഈ എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ആ ഒരു പെർട്ടിക്കുലർ റേഷ്യോ ആണ്. എന്താണ്? എത്രയാണ് ലോഡ് എന്ന്. ഇപ്പോൾ എനിക്കിത് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരു കണ്ടീഷൻ്റെ അകത്താണ് എങ്കിൽ കോപ്പർ ലോസ് അറ്റ് 400 kVA സമയത്ത് ഉണ്ടാവുന്ന കോപ്പർ ലോസ് ഈക്വൽസ് ടു ഫുൾ ലോഡ് കോപ്പർ ലോസ് നമുക്ക് എന്തായാലും അവിടെ എഴുതണം അല്ലേ? ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്തായാലും എഴുതണം. ഇൻറ്റു ചെയ്യണം. ഡിവൈഡ് ബൈ ചെയ്യണതിന്റെ സ്ക്വയർ ആണ് എടുക്കാനുള്ളത്. അപ്പൊ റേഷ്യോയുടെ സ്ക്വയർ എടുക്കണം. I സ്ക്വയർഡ് R ആണ് അല്ലേ റേഷ്യോ പോകുന്നത്. അതുകൊണ്ട് ആ റേഷ്യോയുടെ സ്ക്വയർ ആണ് എടുക്കേണ്ടത്. അപ്പോൾ എന്റെ റേറ്റഡ് kVA എത്രയാണ്? 500 ആണ്. അതിലിപ്പോ എത്രയുണ്ട്? 400 ഉണ്ട്. അപ്പൊ 400/500 സ്ക്വയർ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ് ചെയ്താൽ മതിയാവും. അതായത് 4/5 the whole square. 0 കട്ട് ചെയ്ത് പോയി. ഫുൾ ലോഡ് കോപ്പർ ലോസ് എത്രയാണ്? 4.5 കിലോ വാട്ട്. എത്ര കിട്ടിയെന്ന് പറഞ്ഞു തന്നെ ഫസ്റ്റ് കണ്ടീഷൻ ഉള്ളത്? ഫസ്റ്റ് കണ്ടീഷൻ ഉള്ളതെന്ന് പറഞ്ഞു തന്നെ. 2.8. കറക്റ്റ് തന്നെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഒബ്ജക്ഷൻ പറയാം. 2.8 കിലോ വാട്ട് ആണ് അല്ലേ? കിലോ വാട്ട് തന്നെയായിരുന്നു കോപ്പർ ലോസ് ഉണ്ടായിരുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ 125 kVA സമയത്തുള്ള
എന്ത് കണ്ടുപിടിക്കുക? കോപ്പർ ലോസ് എന്ന് പറഞ്ഞു തന്നെ. ഇതേ കണക്ക് തന്നെയാണ് അല്ലേ? പറഞ്ഞു കോപ്പർ ലോസ് അറ്റ് 125 kVA. നിങ്ങൾ നോട്ടിൽ ഇപ്പൊ എഴുതുമ്പോൾ അങ്ങനെ ആ സ്റ്റെപ്പ് കൂടെ താഴെ എഴുതിക്കുക. കോപ്പർ ലോസ് അറ്റ് 125 kVA. ഫുൾ ലോഡ് കോപ്പർ ലോസ് ആയിരുന്നു 4.5 kW. ട്രാൻസ്ഫോമർ ഇപ്പോ ഓപ്പറേറ്റ് ചെയ്യുന്നത് 125 kVA ലോഡിലാണ്. അതായത് 100 kW 0.8 പവർ ഫാക്ടർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിന് 125 kVA എന്ന് പറയാം. ആ 125 kVA ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ട്രാൻസ്ഫോമറിൽ കൺസ്യൂം ചെയ്യുന്ന കോപ്പർ ലോസ് എത്രയാണ് എന്നാണ്. ട്രാൻസ്ഫോമർ ഉണ്ടാകുന്ന കോപ്പർ ലോസ് എത്രയാണ്? ഇതിന്റെ നോർമൽ റേറ്റിംഗ് 500 kVA ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഒന്ന് പറഞ്ഞു തന്നെ ഒരാൾ. കോപ്പർ ലോസ് അറ്റ് 125 kVA ഈക്വൽസ് ടു പറഞ്ഞു തന്നെ ഒരാൾ ഇൻറ്റു ഫുൾ ലോഡ് കോപ്പർ ലോസ് ചെയ്യണം. ഈ റേഷ്യോയുടെ സ്ക്വയർ എടുക്കണം അല്ലേ? ഒന്ന് പറഞ്ഞു തന്നെ ഈ റേഷ്യോ എങ്ങനെയാണ്? 500 ആയിരുന്നു ഇതിന്റെ ടോട്ടൽ ആയിട്ടുള്ളത് അല്ലേ? നോർമൽ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ എത്ര ലോഡ് ചെയ്തു? 125. ഒന്ന് പറഞ്ഞൊരു 125 ഡിവൈഡ് ബൈ 500 ഇൻറ്റു സ്ക്വയർ, അതേ ഇൻറ്റു 4.5 ചെയ്യാം. ഫുൾ ലോഡ് കോപ്പർ ലോസ് 4.5 ആണ്. എത്ര കിട്ടി? 0.28 വാട്ട് ആണോ കിലോ വാട്ട് ആണോ? കിലോ വാട്ട്. കാരണം കോപ്പർ ലോസ് കിലോ വാട്ടിൽ തന്നെയാണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ഈ 3 കണ്ടീഷനുള്ള കോപ്പർ ലോസ് കിട്ടി. ഇനി അതിന് എന്ത് ചെയ്യണം? ഓരോന്നിനും എന്ത് ചെയ്യണം? ഇൻറ്റു എന്ത് ചെയ്യണം? എനിക്കിനി കോപ്പർ ലോസ് ഇൻ കിലോ വാട്ട് അവറിൽ കിട്ടണം. അയൺ ലോസ് 3.5 കിലോ വാട്ട് ഓൾ ദ ടൈം. അതുകൊണ്ട് ഞാൻ ഓൾ ദ ടോട്ടൽ ടൈം എത്രയാണ്? 24 അവർ ആണ്. അതുകൊണ്ട് 3.5 24 ചെയ്തപ്പോൾ 84 കിലോ വാട്ട് അവറിന് കിട്ടി. ഇനി 6 അവർ സമയത്ത് 4.5 കിലോ വാട്ട് വരുമ്പോൾ കിലോ വാട്ട് അവർ എത്ര കിട്ടും? ആ ടൈമിലുള്ള ടോട്ടൽ കിലോ വാട്ട് അവർ എത്ര കിട്ടും? കോപ്പർ ലോസ് എത്ര കിട്ടുക? 4.5 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 4.5 ഇൻറ്റു 6 ചെയ്താൽ മതി. എത്ര കിട്ടിയെന്ന് പറഞ്ഞു ഈ സമയത്തുള്ള ഈ ഒരു കണ്ടീഷനിൽ ഫസ്റ്റ് കണ്ടീഷനാണ് പറയുന്നത്. 400 കിലോ വാട്ട് 0.8 പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 kVA ആണ്. ആ സമയത്ത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ട്രാൻസ്ഫോമർ റേറ്റിംഗ് 500 ആയതുകൊണ്ട് കോപ്പർ ലോസ് എത്ര തന്നെയാണ്? ആ ഫുൾ ലോഡ് കോപ്പർ ലോസ് തന്നെയാണ് റേറ്റിംഗ്. ഇല്ലെങ്കിൽ ഇക്വേഷൻ ചെയ്ത് വെക്കാൻ 1 ആയി പോകും. പിന്നെ അവിടെ മാറ്റം വരുന്നില്ല. അപ്പൊ അത് 6 അവറിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലോസ് എത്രയാണ്? ഈ ലോഡ് 4.5 6. അടുത്ത ഒരാൾ അൺമ്യൂട്ട് എന്ന് പറഞ്ഞ് ആൻസർ. 4.5 6 എത്ര ആയിട്ടാന്ന് പറഞ്ഞുതരൂ. പറഞ്ഞു തരൂ. 27 യൂണിറ്റ് എന്താണ്? കിലോ വാട്ട് അവർ. ദെൻ നെക്സ്റ്റ് കേസ് 2.8 കിലോ വാട്ട് എത്ര മണിക്കൂർ? 10 അവർ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴുള്ള ലോസ് പറഞ്ഞ 2.8 into 10 അപ്പൊ 28 കിലോ വാട്ട് അവർ. ദെൻ ഫൈനൽ ആയിട്ട് 4 അവർ 0.28 ഓപ്പറേറ്റ് ചെയ്യുമ്പോഴുള്ള ലോസ് എന്ന് പറഞ്ഞു തന്നെ 1.12. ഓക്കെ, ഇതാണ് എന്റെ കോപ്പർ ലോസ് എന്താണ് അറ്റ് ഇത്രയും ടൈമിലുള്ള അല്ലെ. ഇപ്പൊ നമ്മൾ കോപ്പർ ലോസ് കിലോ വാട്ട് അവറിലേക്ക് കൺവേർട്ട് ചെയ്തു. അയൺ ലോസ് ടോട്ടൽ ആയിട്ടുള്ള എനിക്ക് എത്ര കിട്ടി? 84 കിലോ വാട്ട് അവറിന് കിട്ടി. കോപ്പർ ലോസ് ടോട്ടൽ ഇവിടെ എഴുതേണ്ട ആവശ്യം, നമുക്ക് വേണ്ടത് എന്താണ്? കിലോ വാട്ട് അവർ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 27 പ്ലസ് 28 പ്ലസ് 1.12 ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക ടോട്ടൽ ആയിട്ട്? ടോട്ടൽ അതായത് 24 അവറിലുള്ള കിലോ വാട്ട് അവർ കോപ്പർ ലോസ് ആണ്. എത്ര കിട്ടും? എത്ര കിട്ടുക ഒന്ന് പറഞ്ഞു തന്നെ. 27 പ്ലസ് 28 പ്ലസ് 1.12 ചെയ്യുമ്പോൾ ആ ട്രാൻസ്ഫോമറിന്റെ 24 അവറിലുള്ള കോപ്പർ ലോസ് കിട്ടുകയാണ്. എത്ര കിട്ടുക? 56.1. യൂണിറ്റ് എന്താണ്? കിലോ വാട്ട് അവർ ആണ്. അത് നമ്മൾ എഴുതുന്നില്ല, മുകളിൽ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നുണ്ട്, എഴുതുന്നില്ല. ഇനി ഇപ്പൊ എനിക്ക് എന്ത് കിട്ടി? ടോട്ടൽ ലോസ് കിട്ടിയോ? അതായത് ഈ പാർട്ട് കിട്ടിക്കഴിഞ്ഞു. ലോസസ് ഇൻ കിലോ വാട്ട് അവർ കിട്ടി. അതായത് 56.12 പ്ലസ് 84 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ പാർട്ട് ആയി അല്ലെ. ഇനി ഔട്ട്പുട്ട് ഇൻ കിലോ വാട്ട് അവർ വേണം. ഔട്ട്പുട്ട് ഇൻ കിലോ വാട്ട് അവർ. ഔട്ട്പുട്ട് ഇൻ കിലോ വാട്ട് എങ്ങനെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പവർ ഫാക്ടർ എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടിട്ടുള്ള KVA റേറ്റിംഗ് കിട്ടി അല്ലേ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് കിലോ വാട്ട് തന്നെ എടുക്കാം. കിലോ വാട്ട് അല്ലേ നമുക്ക് വേണ്ടേ? ഔട്ട്പുട്ട് എന്ത് വേണം? കിലോ വാട്ടിൽ വേണം, കിലോ വാട്ട് അവറിൽ വേണം അല്ലെ. അപ്പൊ കിലോ വാട്ട് ആയിട്ടുള്ള റീഡിങ് നമുക്ക് ഓരോ പർട്ടിക്കുലർ കണ്ടീഷൻ അറിയാം. 400 into 6 ചെയ്യുമ്പോൾ ഈ ലോഡ് എടുത്ത ആ ടൈമിലുള്ള ഔട്ട്പുട്ട് പവർ കിട്ടും. 400 into 6 എത്ര കിട്ടുക പറഞ്ഞു തന്നെ? 24 അല്ലേ. 2400
കിലോവാട്ട് അവർ ആണ് 400 കിലോവാട്ട് ലോഡ് എന്താണ് 6 അവർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ. ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ എഫിഷ്യൻസി പറയുന്നത് എന്തിലാണ്? വാട്ട് ഓർ കിലോവാട്ടിലാണ്. പക്ഷെ നമുക്ക് ലോസ് പറഞ്ഞപ്പോൾ നമ്മുടെ റേറ്റിംഗ് 500 kVA ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, എല്ലാം kVA ലോഡ് kVA കണ്ടുപിടിച്ചിട്ട് ഞാൻ കോപ്പർ ലോസ് കണ്ടുപിടിച്ചത് ആ റേഷ്യോ എടുക്കാനായിട്ട്. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞു തന്നെ 300 കിലോവാട്ട് 10 അവർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് എന്റെ കിലോവാട്ട് അവർ? 300 into 10 3000 കിലോവാട്ട്. ഇനി ഫൈനൽ വൺ 100 കിലോവാട്ട് 4 അവർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? ഒന്ന് പറഞ്ഞു തന്നെ. 100 കിലോവാട്ട് 4 അവർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇത് എല്ലാം മൈന്യൂട്ട് വാല്യൂനെ ഞാൻ തന്നെ എഴുതണം. 400 കിലോവാട്ട് അവർ എന്ന് കിട്ടി ഇല്ലേ? ഇനി ഈ ഒരു കണ്ടീഷൻ 0 കിലോവാട്ട് ആണ് 4 അവർ വരുമ്പോൾ 0 തന്നെയാണ്, അപ്പോൾ അവിടെ എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു 4 മണിക്കൂർ കണ്ടീഷനിൽ ലോഡ് 0 ആണ്, അതുകൊണ്ട് കോപ്പർ ലോസ് 0 ആണ്. പക്ഷേ അയൺ ലോസ് അവിടെ ഓൾറെഡി ഉണ്ട്. ഈ കണ്ടീഷനിൽ പോലും അയൺ ലോസ് ഉള്ളത് കൊണ്ടാണ് അവിടെ ലോഡ് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സൈഡ് ചാർജ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ലോഡ് എത്രയേ ഉള്ളൂ? 0 കിലോവാട്ട് ലോഡ് ഇല്ല. പക്ഷെ ട്രാൻസ്ഫോമർ ഓൾറെഡി വർക്കിംഗ് ആയിട്ട് തന്നെ ചാർജ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് എന്ത് ലോസ് ഉണ്ട്? അയൺ ലോസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. ഇവിടെ ഈ 0 ആയതുകൊണ്ട് 24 വേണോ അല്ലെ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെയും ചിന്തിക്കരുത്. കാരണം ട്രാൻസ്ഫോമർ ലോഡ് അനുസരിച്ച് മാറുന്നത് കോപ്പർ ലോസ് ആണ്. ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സൈഡ് ചാർജ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അയൺ ലോസ് അവിടെ ഓൾറെഡി ഉണ്ടാവും. അയൺ ലോസ് 24 അവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് ഇത്ര ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടുക? ഔട്ട്പുട്ട് കിലോവാട്ട് അവർ കിട്ടും. 2400 പ്ലസ് 3000 പ്ലസ് 400 ചെയ്യുമ്പോൾ എത്ര കിട്ടിയെന്ന് പറഞ്ഞു ഒരാള്? എത്ര കിട്ടിയേ? ഒന്ന് പറഞ്ഞു തരൂ. 2400 പ്ലസ് 3000 പ്ലസ് 400 ചെയ്യുമ്പോൾ എത്ര കിട്ടിയേ? ഒന്ന് പറഞ്ഞു തന്നെ ഒരാള്. 5800. ഓക്കെ, ഇനി നമുക്ക് എന്താ ഇക്വേഷൻ എഴുതി കൊടുത്താൽ പോരെ? ഔട്ട്പുട്ട് പവർ കിട്ടി, ഔട്ട്പുട്ട് ഇൻ കിലോവാട്ട് അവർ ആണ് ഇപ്പൊ കിട്ടിയ 5800. ടോട്ടൽ ലോസസ് കിട്ടി. നമുക്ക് ഒന്നുകൂടെ എഴുതണമെങ്കിൽ ഇതായിരുന്നു നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് ആയിക്കോട്ടെ, ഇതായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ? നമുക്ക് ഓൾ ഡേ എഫിഷ്യൻസി ഓഫ് ദിസ് പെർട്ടിക്കുലർ ട്രാൻസ്ഫോമർ നമ്മൾ എഴുതണേ അല്ലേ? ഈക്വൽസ് ടു ഔട്ട്പുട്ട് ഇൻ കിലോവാട്ട് അവർ പ്ലസ് ഔട്ട്പുട്ട് ഇൻ കിലോവാട്ട് അവർ പ്ലസ് ടോട്ടൽ ലോസസ് ഇൻ കിലോവാട്ട് അവർ. ഔട്ട്പുട്ട് നമുക്ക് എത്ര കിട്ടി? അതായത് 400 കിലോവാട്ട് ലോഡ് 6 മണിക്കൂർ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നതാണ് 2400. 300 കിലോവാട്ട് ലോഡ് 10 മണിക്കൂർ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ 3000. 100 കിലോവാട്ട് ലോഡ് 4 അവർ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ 400. ടോട്ടൽ ആയിട്ട് 5800 ആണ് ടോട്ടൽ പവർ. ഔട്ട്പുട്ട് പവർ 5800 ഡിവൈഡഡ് ബൈ 5800 എന്ന് വീണ്ടും എഴുതണം. പ്ലസ് കിലോവാട്ട് അവറിലാണ്. ടോട്ടൽ ലോസസ് എത്രയാണ്? അയൺ ലോസ് 84. അതായത് 3.5 കിലോവാട്ട് ആയിരുന്നു അയൺ ലോസ്. അത് 24 അവർ നമ്മൾ എടുക്കണം. അപ്പൊ 84 പ്ലസ് കോപ്പർ ലോസിന്റെ കേസ് ആണെങ്കിൽ ഓരോ കണ്ടീഷനിലും കോപ്പർ ലോസ് മാറുകയാണ്. അപ്പൊ അതിൽ ഒരു കണ്ടീഷൻ ലോഡ് ചെയ്യാത്തതുകൊണ്ട് 0 ആണ്. ബാക്കി കണ്ടീഷനിലൂടെ ആഡ് ചെയ്തപ്പോൾ 56.12 ഇൻറ്റു 100 ചെയ്യുമ്പോൾ എഫിഷ്യൻസി ആകും. എത്ര കിട്ടിയെന്ന് പറഞ്ഞു തന്നെ. എഫിഷ്യൻസി എത്ര കിട്ടിയ ട്രാൻസ്ഫോമറിന്റെ? ഇതാണ് ഓൾ ഡേ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഒരാളെ അൺമ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞേ എഫിഷ്യൻസി എത്ര കിട്ടിയെന്ന്. കാൽക്കുലേറ്റർ അടിച്ചു നോക്കൂ നിങ്ങൾ. ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴെന്ന് പറഞ്ഞു നോട്ട്ബുക്കും എന്താണ് പേനയും കാൽക്കുലേറ്ററുമായിട്ട്. ഒന്നുകൂടി ഒന്നും പറഞ്ഞ കേട്ടില്ല. 97 റൗണ്ട് ആയിട്ട് തന്നെ കിട്ടിയോ? അതേ പോയിന്റ് വേറെ വാല്യൂ ഒന്നും ഇല്ല. നിങ്ങൾ എഫിഷ്യൻസി എടുക്കുമ്പോൾ 4 ഡിജിറ്റ് എടുക്കണം കേട്ടോ. ഇൻറ്റു 100 വേണം പിന്നെ ചെയ്യാനായിട്ട്.
0.6. അപ്പൊ 97.6% കിട്ടി. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയത്. നിങ്ങൾ എഫിഷ്യൻസി എടുക്കുമ്പോൾ 2 ഡിജിറ്റ് നിർത്തരുത് കേട്ടോ. 3 ഡിജിറ്റോ 4 ഡിജിറ്റോട്ട് പോകണം. 6 അടുത്ത ഡിജിറ്റ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇതാണ് ഓൾഡ് എഫിഷ്യൻസി. എന്താ വ്യത്യാസം? എനിക്ക് പെർട്ടിക്കുലർ ടൈം പീരീഡിലുള്ള ലോഡ് തന്നു, ആ സമയത്തുള്ള കോപ്പർ ലോസ് വിളിച്ചിട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും സംശയം ആർക്കുണ്ടെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചേ. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഏത് പോസ്റ്റാണ് മനസ്സിലാവാത്തത് ഞാൻ ഒന്നുകൂടി ബാക്ക് അടിച്ച് കാണിച്ചു തരാം. ഇതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണമോ? അതേ അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഇതേ മോഡൽ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് പറയട്ടെ. ഓക്കെ അല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിന്റെ അകത്ത്? ഓൾഡ് എഫിഷ്യൻസി കിട്ടി. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ കോപ്പർ ലോസ് ഫുൾ ടൈം ഉള്ളതായിരുന്നു. അത് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഫുൾ ലോഡ് ആണോ അല്ലെങ്കിൽ ഹാഫ് ലോഡ് സമയത്താണോ അല്ലെങ്കിൽ പവർ ഫാക്ടർ മാറുന്നു, അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിൽ ടൈം സ്ലോട്ട് അനുസരിച്ചുകൊണ്ട് ലോഡ് മാറുന്നുണ്ട്, അപ്പൊ അതനുസരിച്ചുകൊണ്ട് കോപ്പർ ലോസ് മാറുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഔട്ട്പുട്ട് എടുക്കുക, അത് പക്ഷേ കിലോ വാട്ട് അവറിൽ എടുക്കുക, അവർ കൂടി കൺസിഡർ ചെയ്യുക. ആ പർട്ടിക്കുലർ ടൈം പീരീഡിലുള്ള ഔട്ട്പുട്ട് പവർ, ഇപ്പൊ കിലോ വാട്ട് ഇൻറ്റു അവർ. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചേ. മുന്നോട്ട് പോകട്ടെ. ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാൽ മാത്രമേ, കൺഫർമേഷൻ പറഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയില്ല. ആർക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കമന്റ് ചെയ്യുക, ഇല്ല എങ്കിൽ ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയുക അവർക്ക് ഡൗട്ട് ഇല്ല, മുന്നോട്ട് പോകാമെന്ന്. 3/4 മണിക്കൂറോളമായി നമുക്കിനി ഒരു പ്രോബ്ലത്തിന് കുറച്ച് പോർഷൻസ് പറഞ്ഞിട്ട് ബാക്കി ഇതേ സെയിം തന്നെയാണ്. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതിയാവും. ഇതേ പ്രോബ്ലം എക്സാമിന് ചോദിച്ചാണ് കേട്ടോ. 8 മാർക്കിനോ 10 മാർക്കിനോ എക്സാമിന് ചോദിച്ചാണ്. സെയിം പ്രോബ്ലം, ഓൾഡ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ. ഇത്രയേ ഉള്ളൂ, ചെയ്യാനായിട്ട് ഒന്നുമില്ല, എളുപ്പമല്ലേ? പറഞ്ഞേ, ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. ഓക്കെ ഓക്കെ. അപ്പോൾ അടുത്തൊരു പ്രോബ്ലം, ഇത് കുറച്ചുകൂടെ ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അതായത് ഫൈൻഡ് ഓൾ ഡേ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ ഹാവിംഗ് മാക്സിമം എഫിഷ്യൻസി ഓഫ് 98% at 15 kVA at unity power factor and loaded as follows. ഈ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മാക്സിമം എഫിഷ്യൻസി ഈക്വൽസ് ടു എത്ര? 98%, അതായത് 0.98% അല്ല നമ്മൾ പറയുകയാണെങ്കിൽ അതാണ് മാക്സിമം എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ, അതാണ് എന്ത്? മാക്സിമം എഫിഷ്യൻസി. ദാറ്റ് ഈസ് ഈക്വൽസ് ടു എത്ര? 0.98. എഫിഷ്യൻസിയുടെ ഇക്വേഷൻ വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പവർ ഇൻ കിലോ വാട്ട് എങ്ങനെ കണ്ടുപിടിക്കുക? അല്ലെങ്കിൽ ഔട്ട്പുട്ട് പവർ മതി, വാട്ടാണോ കിലോ വാട്ടാണോ നോക്കണ്ടേ. 15 kVA അറ്റ് യൂണിറ്റി പവർ ഫാക്ടർ ഉള്ള ട്രാൻസ്ഫോമർ ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് പവർ എത്രയായിരിക്കും മാക്സിമം വരിക? ഇത്രയാണ്, 15 kVA into cos phi ചെയ്യുമ്പോൾ എത്ര? 1 ആണ് യൂണിറ്റി പവർ ഫാക്ടർ. ദാറ്റ് ഈസ് ഈക്വൽസ് ടു 15 കിലോ വാട്ട് തന്നെ ആയിരിക്കും ഔട്ട്പുട്ട് ഇൻ കിലോ വാട്ട്. അങ്ങനെയാണ് എങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? ഔട്ട്പുട്ട് എനിക്കറിയാം, 15 കിലോ വാട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ഈക്വൽസ് ടു 0.98. അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് പവർ ഈക്വൽസ് ടു എത്ര കിട്ടുക? 15 കിലോ വാട്ട് ഡിവൈഡ് ബൈ 0.98. ഇൻപുട്ട് എത്ര കിട്ടി? ഇൻപുട്ട് പവർ എത്ര കിട്ടി എന്ന് പറഞ്ഞു തന്നെ. ഇൻപുട്ട് പവർ എത്ര കിട്ടി എന്ന് പറഞ്ഞു തന്നെ. 15.3 കിലോ വാട്ട് ആയിരുന്നു എന്ത്? എന്റെ ഇൻപുട്ട്. ഔട്ട്പുട്ട് എത്രയാണ് ട്രാൻസ്ഫോമറിന്റെ? 15 കിലോ വാട്ട്. കാരണം യൂണിറ്റി പവർ ഫാക്ടർ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 15 kVA ഇൻറ്റു 1 ചെയ്യുമ്പോൾ അത്ര കിലോ വാട്ട് ആണ് എന്റെ ഔട്ട്പുട്ട് പവർ. ഈ ട്രാൻസ്ഫോമറിന്റെ മാക്സിമം ഔട്ട്പുട്ട് പവർ അല്ലെങ്കിൽ ഫുൾ ലോഡ് സമയത്തുള്ള ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ടീഷനുള്ള ഔട്ട്പുട്ട് പവർ അതായിരുന്നു. ഓക്കെ, ദെൻ അതിനുശേഷം ഇൻപുട്ട് പവർ എത്ര കിട്ടി? 15.3. അങ്ങനെ ലോസസ് എത്രയാണ് ഇതിന്റെ അകത്തുള്ളത്? ലോസസ്, ടോട്ടൽ ലോസസ് എത്രയാണ്? ടോട്ടൽ ലോസസ് എത്രയാണ്? ടോട്ടൽ ലോസസ് എത്രയാണ് ഇവിടെ? ടോട്ടൽ ലോസസ് എത്രയാണ് ഇവിടെ? 15.3 എക്സാക്ട് തന്നെയാണ്. അതിന് ശേഷം വേറെ ഡിജിറ്റലും ഉണ്ട് അവിടെ. അതുകൊണ്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ കിലോ വാട്ട് ആയതുകൊണ്ട് റീഡിങ് ചെറിയൊരു വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ്. 15.3 തന്നെയാണ്. അതിന് ശേഷമുള്ള ഡിജിറ്റൽ ഉണ്ടോ? 306 ഉണ്ട് അല്ലേ? അപ്പൊ അതുകൂടെ നമുക്ക് പറയാം. കാരണം നമുക്ക് 306 കിലോ വാട്ട്, കാരണം നമുക്ക് ലോസസ് പറയുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് അല്ലേ. അപ്പൊ ടോട്ടൽ ലോസസ് എത്രയാണ്? ഇൻപുട്ട് പവർ എത്ര? 15.3 ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് പവർ അറിയാമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ലോസ് കിട്ടില്ലേ? 15.306 മൈനസ് എത്രയാണ്? 15 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 306 എന്താണ്?
വാട്ട് അല്ലെങ്കിൽ 0.306 കിലോ വാട്ട്. 306 വാട്ട് അല്ലെങ്കിൽ എന്താണ് 0.306 കിലോ വാട്ട്, രണ്ടും സെയിം ആണ്. നിങ്ങളിപ്പോ ഇവിടെ തൊട്ടേ വാട്ടിൽ എഴുതി വരികയാണെങ്കിൽ ഇവിടെ പ്രശ്നം വരില്ല. 15,306 എന്ന് വരും, മൈനസ് ചെയ്യുമ്പോൾ 306 വാട്ട് എന്ന് കിട്ടും. ഇല്ലെങ്കിൽ 0.306 കിലോ വാട്ട്. അതല്ലേ എന്ത് ലോസ്? ടോട്ടൽ ലോസ്. അല്ലെങ്കിൽ എനിക്ക് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്ന കണ്ടീഷൻ എപ്പോഴാണ് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത്? അയൺ ലോസ് ഈക്വൽസ് ടു കോപ്പർ ലോസ് ആകുമ്പോൾ എനിക്ക് എന്ത് കിട്ടുക? ഫുൾ ലോഡ് കോപ്പർ ലോസ് ആകുമ്പോൾ എനിക്ക് എന്ത് കിട്ടുക? മാക്സിമം എഫിഷ്യൻസി കിട്ടുക. അപ്പോ എന്റെ ഓരോ ലോസ് ഈക്വൽസ് എന്താവും? 306 ഡിവൈഡ് ബൈ 2. എത്ര കിട്ടി? 153 വാട്ട് ആണ് എന്റെ അയൺ ലോസും കോപ്പർ ലോസും. ഇവിടെ കിലോ വാട്ട് അല്ല, ശ്രദ്ധിക്കുക, വാട്ടാണ്. ഇവിടെ കിലോ വാട്ട് അല്ല, വാട്ടാണ് ലോസ്. 153 വാട്ട് ആണ് അയൺ ലോസും 153 വാട്ട് തന്നെയാണ് കിലോ എന്താണ് കോപ്പർ ലോസ്. ഇതിൽ സംശയം ആർക്കെങ്കിലും ഉണ്ടോ? എഫിഷ്യൻസി തന്നിട്ടുണ്ട്. എഫിഷ്യൻസി ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. അപ്പൊ ഔട്ട്പുട്ട് പവർ എനിക്കത് ഓൾറെഡി നമ്മളെ 15 kVA യൂണിറ്റ് പവർ ഫാക്ടർ ആണെങ്കിൽ അതിന്റെ മാക്സിമം ആയിട്ടുള്ള റേറ്റഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് പവർ കണ്ടുപിടിക്കാനായിട്ട് എന്താണ് kVA പവർ ഫാക്ടർ ചെയ്തപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് ഇൻ കിലോ വാട്ട് കിട്ടി. 15 കിലോ വാട്ട് എന്ന് കിട്ടി ട്രാൻസ്ഫോമർ റേറ്റിംഗ്. അപ്പൊ ഇൻപുട്ട് പവർ എത്ര കിട്ടുക എന്ന് കണ്ടുപിടിക്കാനായിട്ട് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എനിക്ക് അറിയാം. അപ്പൊ ഇൻപുട്ട് പവർ കിട്ടി. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് എഫിഷ്യൻസി. ഇൻപുട്ടും ഔട്ട്പുട്ടും കിട്ടിക്കഴിഞ്ഞാൽ ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട് ആണ് ലോസസ് കിട്ടി. ലോസസ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ മാക്സിമം എഫിഷ്യൻസിയുടെ കണ്ടീഷനിലാണ്. എഫിഷ്യൻസി പറഞ്ഞത് കൊണ്ട് രണ്ട് ലോസും ഈക്വൽ ആയിരിക്കണം. അതുകൊണ്ട് എനിക്ക് എന്ത് കിട്ടി? ഓരോ ലോസും 153 വാട്ട് എന്ന് കിട്ടി. ബാക്കി സെയിം ക്വസ്റ്റ്യൻ തന്നെയല്ലേ? എനിക്ക് അയൺ ലോസും കോപ്പർ ലോസും റേറ്റിംഗ് വായിക്കഴിഞ്ഞാൽ ബാക്കി സെയിം അല്ലേ? അയൺ ലോസ് ഈക്വൽസ് എനിക്ക് എത്ര കിട്ടി? അയൺ ലോസ് ഈക്വൽ ടു 153 വാട്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ കിലോ വാട്ട് അല്ല, വാട്ടിലാണ്. കോപ്പർ ലോസ് ഈക്വൽ ടു അത് 153 വാട്ട് അറ്റ് ഫുൾ ലോഡിലാണ് അല്ലെ? ഫുൾ ലോഡിലുള്ള സമയത്ത് 15 kVA ട്രാൻസ്ഫോമർ ആണ്. ബാക്കി എല്ലാ റേറ്റിംഗ് എനിക്ക് അറിയാമല്ലോ. 2 കിലോ വാട്ട് സമയത്ത് 0.5 പവർ ഫാക്ടർ ഉള്ള ലോഡ് kVA കണ്ടുപിടിക്കുക. ഇനി എനിക്ക് ഇതറിയാം. എങ്ങനെ? അയൺ ലോസ് എത്രയാണ്? 153 വാട്ട് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കിലോ വേണ്ട, വാട്ടിൽ എഴുതിയാൽ മതി. 153 വാട്ടാണ് ഈ മൂന്ന് കണ്ടീഷനിലും അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അയൺ ലോസ് ഇൻ കിലോ വാട്ട് അവർ എത്ര കിട്ടും? 153 into 24 ചെയ്തേ എത്ര കിട്ടിയെന്ന് പറഞ്ഞു തന്നെ. 153 into 24 ചെയ്യുമ്പോൾ എത്ര കിട്ടുക? ഇപ്പോൾ കിട്ടിയ ആൻസർ എത്രയായിരുന്നു? 153 into 24 ചെയ്യുമ്പോൾ 3676 അല്ലേ? ഇതല്ലേ പറഞ്ഞേ? അത്ര വാട്ട് 3622 വാട്ട് അവർ ആണ് കിട്ടിയത്. ഒന്നുകൂടി ഒന്ന് പറയൂ. 3672 വാട്ട് അവർ അല്ലേ? എനിക്ക് അതിന് കിലോ വാട്ടിൽ എഴുതി കൂടെ? ഇവിടെ ബൈ 1000 ചെയ്താൽ പോരെ? ഇപ്പൊ എത്ര കിട്ടും? 3.67 കിലോ വാട്ട് അവർ ആണ് ടോട്ടൽ ആയിട്ടുള്ളത് 24 അവർ സമയത്തുള്ള. സംശയം ഉണ്ടോ? ഇല്ല. 153 ആയിരുന്നു അയൺ ലോസ്. അപ്പൊ 24 അവറിൽ വരുമ്പോ 153 into 24 153 വാട്ട് ആയിരുന്നു. പക്ഷെ കിലോ വാട്ട് അവർ ആക്കി. നമ്മൾ എങ്ങനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തു ഇവിടെ അല്ലെ? അപ്പൊ 3.67 കിലോ വാട്ട് അവർ ആയി. പ്രശ്നം വരുന്നില്ല. ദെൻ കോപ്പർ ലോസ് ഓരോ ടൈമിലും കണ്ടുപിടിക്കണം. നമുക്ക് ഉള്ള ടോട്ടൽ ആയിട്ടുള്ള കോപ്പർ ലോസ് എന്താണ്? 153 ആയിരുന്നു ഫുൾ ലോഡ് കോപ്പർ ലോസ്. അതേ ഇൻറ്റു ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷനുള്ള ലോഡ് kVA ഓരോന്നായിട്ട് കണ്ടുപിടിക്കുക. ഈ പർട്ടിക്കുലർ കണ്ടീഷൻ ലോഡ് kVA പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞ ഒരാളായിട്ട് ഓരോരുത്തരായിട്ട് പെട്ടെന്ന് പറഞ്ഞു 2/0.5 എത്ര കിട്ടുക? പറഞ്ഞുതരൂ, പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു. 2/0.5 എത്ര കിട്ടുക? കേട്ടില്ല, ഒന്നുകൂടെ. 4 കിട്ടി. 4 kVA കിട്ടി. 12 ഡിവൈഡ് ബൈ 0.8 എത്ര കിട്ടുക? 15 kVA കിട്ടി. ഇവിടെ 0 തന്നെയാണ് അല്ലേ? നോക്കേണ്ട ആവശ്യമില്ല. അപ്പോ 4 kVA സമയത്തുള്ള കോപ്പർ ലോസ് ഒന്ന് കണ്ടുപിടിച്ച് തന്നെ. 4 റേറ്റഡ് എത്രയാണ് ട്രാൻസ്ഫോമറിന്റെ? 15 ദ ഹോൾ സ്ക്വയർ. അതാണ് കോപ്പർ ലോസ് അറ്റ് ഈ കണ്ടീഷൻ 4 kVA. എത്ര കിട്ടിയെന്ന് പറഞ്ഞു തരിക. അതിനുശേഷം കോപ്പർ ലോസ് അറ്റ് 15 kVA കൂടി പറഞ്ഞു തരിക. 15 kVA പ്രശ്നം വരുന്നില്ല, സെയിം തന്നെ ആയിരിക്കും അല്ലെ? 15/15 ആണ് വരിക. അത് 1 എന്നാവും. അപ്പോൾ 153 വാട്ട് തന്നെയാണ് ഇവിടെ വരിക. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 4/18 ചെയ്യുമ്പോൾ എത്ര കിട്ടുക? ഇൻറ്റു സ്ക്വയർ എടുക്കുമ്പോൾ എത്ര കിട്ടുക? ഇൻറ്റു 153 ചെയ്യുമ്പോൾ എത്ര വാട്ട്, എത്ര
കോപ്പർ ലോസാ കിട്ടിയേ? വാട്ടാണോ കിലോ വാട്ടാണോ? വാട്ട് തന്നെ. 10.8 വാട്ട് തന്നെ അല്ലേ? വലിയ വാല്യൂ അല്ലേ? ഓക്കെ. 10.8 വാട്ടും 15.3 വാട്ടും ആണ്. ഇത് 10.8 ഞാൻ കിലോ എന്നുള്ളത് കട്ടാക്കി. ഇവിടെ 153 വാട്ട് തന്നെയാണ്. കാരണം 15 kV ആകുമ്പോൾ ഇവിടെ ലോഡ് നമ്മൾ ട്രാൻസ്ഫർ റേറ്റിംഗ് എത്ര തന്നെയാണ്? 15 തന്നെയാണ്. അപ്പോൾ 15/15 ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നില്ല. അവിടെ ഞാൻ പറഞ്ഞു ഫുൾ ലോഡ് കോപ്പർ ലോസ് തന്നെ അവിടെ വരുന്നത്. ഇനി കോപ്പർ ലോസ് ഇനി കിലോ വാട്ട് അവറിലാക്കിത്ത 12 hourൽ 10.8 ലോസ് വരുമ്പോൾ ടോട്ടൽ എത്ര ലോസ് വരും? 12 മണിക്കൂറിലേക്ക്. അപ്പൊ 12 into 10.8 ചെയ്ത് എത്ര വരിക? 12 into 10.8 എത്ര കിട്ടി? 129.6. അതും വാട്ട് അവർ ആണ് അല്ലേ? കിലോ അല്ലല്ലോ അല്ലേ? വാട്ട് അല്ലേ? ദെൻ അതിനുശേഷം 6 into 153 എത്ര കിട്ടി? 6 into 153 918 വാട്ട് അവർ ആണ് അല്ലേ? അപ്പോ ഇവിടെ സീറോ ലോഡാണ് സീറോ. അപ്പൊ ടോട്ടൽ എത്ര കിട്ടി? 918 plus 129.6 എത്ര കിട്ടുക? എന്ന് പറഞ്ഞു തന്നെ. എത്ര കിട്ടുക? 129.6 plus 918 പറഞ്ഞുതരൂ. 1047.6 വാട്ട് അവർ ആണ് അല്ലേ? നമുക്ക് എന്ത് എഴുതാം? കിലോ വാട്ടിലോട്ട് ആക്കിക്കൂടെ? ബാക്കിയപ്പോ നമുക്ക് കിട്ടിയ ലോസ് കിലോ വാട്ട് കിട്ടിക്കഴിഞ്ഞു. കിലോ വാട്ട് അവറിലാണ് ലോസ്, അയൺ ലോസ് കിട്ടിയത് അല്ലേ? 3.67 കിലോ വാട്ട് അവർ. ഇനി ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാം? കിലോ വാട്ടിലായിരിക്കും കിട്ടുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുകൂടി മാറ്റിക്കിടെ. 1047 എന്ന് പറയുമ്പോൾ 1.047 കിലോ വാട്ട് അവർ കിട്ടും അല്ലേ? 1.047 കിലോ വാട്ട് അവർ. അപ്പൊ ഇവിടെ കിലോ വാട്ട് അവർ ആയി. ഇവിടെ കിലോ വാട്ട് അവർ ആണ് കേട്ടോ. ഇത് രണ്ടും വാട്ട് അവർ ആണ്. പക്ഷെ ഇതെന്താക്കി ഞാൻ കിലോ വാട്ട് അവറിലാക്കി എഴുതി. ഒന്നുകിൽ എല്ലാം വാട്ടിലാക്കുക അല്ലെങ്കിൽ എല്ലാം കിലോ വാട്ടിലാക്കുക. ഇനി ഔട്ട്പുട്ട് കൂടി പെട്ടെന്ന് പറഞ്ഞു തന്നെ. 2 കിലോ വാട്ട് 12 മണിക്കൂർ ആകുമ്പോൾ എത്ര വാട്ട് അവർ ആവും? 24 കിലോ വാട്ട് അവർ. കിലോ വാട്ട് ആണ് അല്ലേ? 12 എത്ര മണിക്കൂർ? 6 ആകുമ്പോൾ എത്ര വരും? 72 അല്ലേ? 72 കിലോ വാട്ട് അവർ. അപ്പൊ ടോട്ടൽ ഔട്ട്പുട്ട് പവർ എത്ര കിട്ടും? 72 plus 24 എത്ര കിട്ടുക? 96 കിലോ വാട്ട് അവർ ആണ് ടോട്ടൽ ആയിട്ട് കിട്ടിയ അല്ലേ? അപ്പൊ എനിക്കിനി എഫിഷ്യൻസി എഴുതിക്കൂടെ? ഓൾ ഡേ എഫിഷ്യൻസി ഈക്വൽസ് ടു ഔട്ട്പുട്ട് ഇൻ കിലോ വാട്ട് അവർ ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് ഇൻ കിലോ വാട്ട് അവർ പ്ലസ് ടോട്ടൽ ലോസസ് ഇൻ കിലോ വാട്ട് അവർ. ഒന്നുകിൽ എല്ലാം വാട്ട് അവർ അല്ലെങ്കിൽ എല്ലാം കിലോ വാട്ട് അവർ. നോർമലി കിലോ വാട്ട് ആയിരിക്കും വരിക. അപ്പോൾ ലോസസ് അതിന് വാട്ടിലാണെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കണം അത് വാട്ടാണ്. അവിടെ പിന്നെ കിലോ വാട്ട് ആക്കിക്കളയരുത്. അവിടെ പിന്നെ കൺഫ്യൂഷൻ ആക്കരുത്. എപ്പോഴെങ്കിലും അതിന്റെ കൺവേർഷൻ കറക്റ്റ് ആയി ചെയ്തില്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോ. ഔട്ട്പുട്ട് എത്ര കിട്ടി? 96 കിലോ വാട്ട് അവർ. 96 ഡിവൈഡ് ബൈ 96 പ്ലസ് ടോട്ടൽ ലോസസ് എത്രയൊക്കെയാണ്? 3.67 ആണ് അയൺ ലോസ് ഇൻ 24 അവർ. ദെൻ അതിനുശേഷം 1.047 ആണ് കോപ്പർ ലോസ് ലോഡ് ചെയ്യുന്ന സമയത്തുള്ള. ഇതിന്റെ ആൻസർ കൂടി ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തന്നെ. അത്ര ഇൻറ്റു 100 ചെയ്യുമ്പോൾ അത്ര എഫിഷ്യൻസി ആണ് ഓൾ ഡേ എഫിഷ്യൻസി കിട്ടുക. 95.3 ആണ് എന്റെ ഓൾ ഡേ എഫിഷ്യൻസി. ഓക്കെ. ഈ ഒരു ക്വസ്റ്റിനകത്ത് ആയിക്കൊണ്ടായിരുന്ന ഒരു ട്വിസ്റ്റ്, അവർ ഡയറക്റ്റ് ആയിട്ട് അയൺ ലോസും കോപ്പർ ലോസും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മാക്സിമം എഫിഷ്യൻസി അറിയാവുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അയൺ ലോസും കോപ്പർ ലോസും കണ്ടുപിടിക്കാം. കാരണം നമുക്ക് എന്താണ് ട്രാൻസ്ഫോർമർ റേറ്റിംഗ് അറിയാവുന്നത് കൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് പവർ കിട്ടും, ഇൻപുട്ട് പവർ ഇങ്ങനെ കണ്ടുപിടിക്കാം. അതിനുശേഷം ലോസസ് കിട്ടും. അപ്പോൾ ലോസസ് കിട്ടിക്കഴിഞ്ഞാൽ അയൺ ലോസ് 24 hours സെയിം ആണ്. ഇപ്പോൾ സീറോ ലോഡാണ് കണക്ട് ചെയ്തിരിക്കുന്നത് കൂടി ആ സമയത്ത് അയൺ ലോസ് നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം പ്രൈമറി സൈഡ് ചാർജ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ കോപ്പർ ലോസ് ലോഡ് അനുസരിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് പവർ കണ്ടുപിടിക്കുക, ബാക്കി കോപ്പർ ലോസ് കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പം. ട്രാൻസ്ഫോർമർ KVA ആയതുകൊണ്ട് നമുക്ക് ലോഡും KVA കൺവേർട്ട് ചെയ്തിട്ട് അതിന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ കോപ്പർ ലോസും കിട്ടും. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും എന്ത് ചെയ്യുക? നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഞാൻ എൻ്റെ നോട്ട്സ് എന്ത് ചെയ്യുക? ഇന്നത്തെ ദിവസം ടെസ്റ്റിനോട് ഇതിന്റെ പ്രോബ്ലം റിലേറ്റ് ചെയ്ത പ്രോബ്ലം ഉണ്ടാവും. അതിനുശേഷം ഞാൻ എൻ്റെ PDF നോട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തിരിക്കാം. മറ്റിന്റെ എല്ലാ പ്രോബ്ലംസായിട്ട് PDF നോട്ട് അപ്ലോഡ് ചെയ്തിരിക്കാം. അപ്പോൾ ഓൾ ഡേ എഫിഷ്യൻസി എന്താണെന്ന് എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഷോർട്ട് നോട്ട് ഒന്ന് വായിച്ചു നോക്കുക. ഇന്നത്തെ ടെസ്റ്റ് കറക്റ്റ് ആയിട്ട് ഒന്ന് എഴുതുക ഗൂഗിൾ ക്ലാസ് റൂമിൽ. ഓക്കെ. ദെൻ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും എന്ത് ചെയ്യുക? സുരക്ഷിതമായിട്ട് വീട്ടിൽ തന്നെ നിൽക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഓക്കെ. താങ്ക് യു വെരി മച്ച്.